ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരും ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവരുമായ എല്ലാവരെയും ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഹാവ്യാഴമാറ്റം ജൂൺ മാസം 2 നടക്കുകയാണ്. വ്യാഴം തന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുന്നത് മൂലം മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉൾപ്പെടുന്നത്. 2026 ജൂൺ 2 വ്യാഴം തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് സംക്രമിക്കും. 5 മാസം അവിടെ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഒക്ടോബർ 31 ചിങ്ങൻ രാശിയിലേക്ക് മാറുകയും 2027 ജനുവരി 25 വീണ്ടും ഉച്ച രാശിയിലേക്ക് മാറുകയും അവിടെ 26/6/27 വരെ തുടരുകയും ചെയ്യും. അതായത് ഒരു 13 മാസക്കാലത്തിനിടയ്ക്ക് 9.5 മാസക്കാലം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യും. കർക്കിടകത്തിൽ പൂർണ്ണ ബലവാനായി സ്ഥിതി ചെയ്യുന്ന വ്യാഴം എല്ലാ നക്ഷത്രക്കാർക്കും കൂടുതൽ ശുഭഫലങ്ങൾ നൽകും. ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഉച്ചസ്ഥനായ വ്യാഴം നൽകുന്നതല്ല. ഗുണഫലങ്ങളിൽ ചെറിയ ഏറ്റക്കുറവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പുത്രകാരകനും ധനകാരകനും ബുദ്ധിയുടെ കാരകനുമാണ് വ്യാഴം. കൂടാതെ ധാരാളം ശുഭഫലങ്ങൾ വ്യാഴത്തെ കൊണ്ട് നാം ചിന്തിക്കാറുണ്ട്. ബുദ്ധി, കീർത്തി, പുത്രൻ, സ്വർണം, ധനസമ്പാദനം, ചൈതന്യം, ശരീരസുഖം, ശ്രേഷ്ഠത, സൽപ്രവൃത്തി, സുഖ സൗഭാഗ്യാദികള്, ബന്ധുക്കൾ, ദയ, ദൈവഭക്തി തുടങ്ങി നിരവധി സ്വാത്വിക കാര്യങ്ങൾ വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കാറുണ്ട്. ശുഭഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി എല്ലാ ദുരിതങ്ങളും വിട്ടൊഴിയുന്നതിന് നമ്മെ സഹായിക്കും. മേടൻ രാശിക്കാർക്ക് ഈ വ്യാഴത്തിന്റെ ശുഭഫലങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം. മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഉച്ചസ്ഥനായ വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവം കേന്ദ്രസ്ഥാനമാണ്. കേന്ദ്രത്തില് വ്യാഴം ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്നത് ഹംസയോഗമാണ്. ഹംസയോഗം രാജയോഗത്തിൽപ്പെട്ടതായതുകൊണ്ട് എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം കർക്കിടകക്കൂറുകാർക്ക് മോചനം നൽകും. ഇഷ്ടസ്ഥാനത്ത് ബലവാനായി നിന്നുകൊണ്ട് ഹംസയോഗം തരുന്ന വ്യാഴം നിരവധി ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, അതുപോലെ എല്ലായിടത്തും സുഖം ലഭിക്കാതിരിക്കുക, ഇതൊക്കെയാണ് വ്യാഴത്തിന്റെ 4-ാം ഭാവത്തിലെ ചാരഫലം. ചാരഫലം അനുകൂലമല്ലെങ്കിലും 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന വ്യാഴം തികച്ചും ശുഭഫലങ്ങൾ മാത്രമേ ഈ കൂറുകാർക്ക് നൽകുകയുള്ളൂ. ഉച്ചത്തിൽ പൂർണ്ണബലവാനായ ഗ്രഹം യാതൊരുവിധ ദോഷഫലങ്ങളും നൽകുന്നതല്ല എന്നതാണ് ഇതിന്റെ കാരണം. മാതാ സുഹൃത് മാതുല ഭാഗ്യനേയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ച ലാളിത്യമമ്പ ശനഞ്ച വൃദ്ധി പശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാൽ എന്നാണ് പ്രമാണം. അതായത് മാതാവ്, ബന്ധുക്കള്, അമ്മാവൻ, മരുമകൻ, കൃഷിഭൂമി, സുഖം, വാഹനം, ഇരിപ്പിടം, ലാളിത്യം, വെള്ളം, ശയനോപകരണങ്ങള്, അതുപോലെ അഭിവൃദ്ധി, പശു തുടങ്ങിയ നാൽക്കാലികള്, ഇവയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് 4-ാം ഭാവം കൊണ്ടാണ്. മാതാവിനെ സംബന്ധിച്ച് വലിയ ഗുണാനുഭവങ്ങളാണ് വ്യാഴത്തിന്റെ 4-ാം ഭാവത്തിലെ ഉച്ചസ്ഥിതി മൂലം ഉണ്ടാകാൻ പോകുന്നത്. എന്തെങ്കിലും രോഗങ്ങളൊക്കെ മാതാവിന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി സുഖാനുഭവങ്ങൾ വന്നു ചേരും. ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വളരെ കാലമായിട്ട് സ്വന്തമായി ഭൂമി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കുവാൻ ഈ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി സഹായിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് അനുകൂലമായ സമയമാണ് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം വന്നു ചേരുന്നത്. അതുപോലെ തന്നെ തങ്ങളുടെ സ്ഥാനം കൂടുതൽ സുരക്ഷിതമാക്കുവാൻ ഈ
സമയത്ത് ഈ കൂറുകാരെ കൊണ്ട് സാധിക്കുന്നതാണ്. അമ്മാവൻ, മരുമകൻ ഇവരെയൊക്കെ ചിന്തിക്കുന്നത് 4-ാം ഭാവം കൊണ്ടാണ്. ഈ പറയുന്നവരെ കൊണ്ടൊക്കെ എല്ലാവിധ സഹായങ്ങളും ഈ കൂറുകാർക്ക് ലഭിക്കും. അവർക്ക് എല്ലാവിധ ഉയർച്ചയും അനുഭവപ്പെടും. കുടുംബത്തില് ഉത്തരോത്തരം അഭിവൃദ്ധി അനുഭവപ്പെടും. പഴയ വീട് പുതുക്കി പണിയുവാനോ പുതിയ വീട് വാങ്ങുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും. പശു മുതലായ നാൽക്കാലികളിൽ നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. കാലികളെ വളർത്തിയും മറ്റും ഉപജീവനം കഴിക്കുന്നവർക്ക് അതിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. അതുപോലെ പുതിയ പുതിയ ശയനോപകരണങ്ങൾ വാങ്ങുവാനും അതൊക്കെ ഉപയോഗിക്കുവാനും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം മേടക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ബന്ധുക്കളെ കൊണ്ട് എന്നത്തേക്കാൾ ഉപരി വലിയ സഹായങ്ങൾ ലഭിക്കും. കർക്കിടകത്തിൽ ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ 5-ലേക്കും 7-ലേക്കും 9-ലേക്കും ഉള്ള ദൃഷ്ടി മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 8-ാം ഭാവത്തിലേക്കും 10-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കുമാണ് അനുഭവപ്പെടുന്നത്. 8-ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥനായ വ്യാഴത്തിന്റെ ദൃഷ്ടി അനുഭവപ്പെടുന്നത് കൊണ്ട് 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ പുഷ്ടി പറയേണ്ടതാണ്. 8-ാം ഭാവം എന്ന് പറഞ്ഞാൽ ആയുസിന്റെ സ്ഥാനമാണ്, മരണസ്ഥാനമാണ്, നാശത്തിന്റെയും വിഘ്നത്തിന്റെയും സ്ഥാനമാണ്, ദുഃഖത്തിന്റെയും ഛിദ്രത്തിന്റെയും ഒക്കെ സ്ഥാനമാണ്. പൊതുവെ എല്ലാവിധ നാശങ്ങളെയും കഷ്ടനഷ്ടങ്ങളെയും ഒക്കെ ചിന്തിക്കുന്നത് 8-ാം ഭാവം കൊണ്ടാണ്. അതുപോലെ മഹാവ്യാധികളെ ചിന്തിക്കുന്നതും 8-ാം ഭാവം കൊണ്ടാണ്. 8-ാം ഭാവത്തിലേക്ക് ബലവാനായ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്നതാണ്. മാറാവ്യാധികൾ വളരെ കാലമായി അനുഭവിക്കുന്നവർ ഈ കൂറിൽ ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവും. അതുപോലെ എന്ത് ചെയ്താലും തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന അവസ്ഥ മാറി വരും. എല്ലാത്തിലും വിജയങ്ങൾ കൈവരും. കുടുംബത്തില് ഛിദ്രങ്ങളും അസ്വസ്ഥതകളും നിലനിന്നത് പെട്ടെന്ന് ഇല്ലാതാവും. കുടുംബത്തില് ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരും. എല്ലാ തരത്തിലുള്ള ആപത്തുകളെയും ദുഃഖ ദുരിതങ്ങളെയും 8-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഉച്ചസ്ഥനായ വ്യാഴം ഇല്ലാതാക്കും. അതുപോലെ താമസിക്കുന്ന വീടിനോട് ചേർന്ന് ഉപശാലകൾ എന്തെങ്കിലും പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ്. വീട് പണി നടക്കുന്നവർക്ക് അതൊക്കെ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാൻ സാധിക്കും. കുടുംബ സ്വത്ത് ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ് വ്യാഴത്തിന്റെ ഈ ഉച്ചസ്ഥിതി മൂലം മേടം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. വ്യാഴത്തിന്റെ 7-ലേക്കുള്ള ദൃഷ്ടി മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 10-ാം ഭാവത്തിലേക്കാണ് അനുഭവപ്പെടുന്നത്. 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്, ജോലി സ്ഥാനമാണ്. 10-ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി കർമ്മഗുണം വർദ്ധിപ്പിക്കും. കർമ്മഭാവം കൊണ്ട് എന്തെങ്കിലും വിഷമങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതായി വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അതെല്ലാം വിട്ടുമാറി സന്തോഷകരമായ ഒരു കർമ്മ മേഖല കണ്ടെത്തുവാൻ കഴിയും. വളരെ കാലമായി നഷ്ടത്തിലൊക്കെ പ്രവർത്തിക്കുന്ന തൊഴിൽ രംഗത്തു നിന്നും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാൻ ഈ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി സഹായിക്കും. പുതിയ പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ വലിയ നേട്ടം കർമ്മരംഗത്ത് ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. സ്ഥാനാന്തര പ്രാപ്തിയും ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ 10-ാം ഭാവത്തിലേക്ക് അനുഭവപ്പെടുന്ന ദൃഷ്ടി മൂലം അനുഭവപ്പെടുന്നു. കർമ്മരംഗത്ത് സ്ഥാനാന്തര പ്രാപ്തി അഥവാ ഒരു പ്രമോഷൻ ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം അനുഭവപ്പെടും. നാനാവിധത്തിലുള്ള സുഖാനുഭവങ്ങൾ വ്യാഴത്തിന്റെ 10-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂലം ഈ കൂറുകാർക്ക് വന്നു ചേരും. വ്യാഴത്തിന്റെ 9-ലേക്കുള്ള വിശേഷ ദൃഷ്ടി മേടക്കൂറുകാർക്ക് 12-ാം ഭാവത്തിലേക്കാണ് ലഭിക്കുന്നത്. 12-ാം ഭാവം വ്യയസ്ഥാനമാണ്. പാപം വ്യയം ച വദനം നിരയെ വാമമമ്പകം സ്ഥാനപ്രംശം ച വൈകല്യം ദ്വാദശേന വിചിന്തയൽ എന്നാണ് പ്രമാണം. പാപം, വ്യയം, പതനം, അതുപോലെ സ്ഥാനപ്രംശം, വൈകല്യം, ഇതൊക്കെ 12-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്.
പാപകർമ്മങ്ങളിൽ നിന്നും ഉള്ള ദോഷഫലങ്ങൾ ഈ കൂറുകാർക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം ഇല്ലാതാവും. മുൻജന്മ പാപങ്ങളുടെ ദോഷങ്ങളൊക്കെ ഇല്ലാതാക്കി കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം അനുഭവപ്പെടും. അതുപോലെ അനാവശ്യമായ ചെലവുകളെയൊക്കെ നിയന്ത്രിക്കുവാൻ ഈ കൂറുകാർക്ക് സാധിക്കും. കിട്ടുന്ന പണം മുഴുവൻ ഓരോരോ കാര്യങ്ങൾക്കായി ചെലവായി പോകുന്ന അവസ്ഥ മാറി ചെറിയ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ ഈ മേടക്കൂറുകാർക്ക് സാധിക്കും. അതുപോലെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വീഴ്ചകൾ, പരാജയങ്ങൾ ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതെല്ലാം അവസാനിച്ച് കൂടുതൽ കൂടുതൽ ഉയർച്ച ജീവിതത്തിൽ അനുഭവപ്പെടും. ജീവിതത്തിൽ വലിയ സ്ഥാനഭ്രംശം വന്നവർക്ക് അഥവാ ഉദ്യോഗത്തിലും മറ്റും സ്ഥാനം നഷ്ടപ്പെട്ടവർക്ക് അതൊക്കെ തിരികെ ലഭിക്കാനുള്ള അവസരമാണ് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ഉണ്ടാകുന്നത്. വൈകല്യം, ഏത് രംഗത്തും വികലത അനുഭവപ്പെടുക, ന്യൂനത അനുഭവപ്പെടുക, അത് വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് ഇല്ലാതാവും. എല്ലാ രംഗത്തും ഒരു പൂർണ്ണത അനുഭവപ്പെടും. പ്രത്യേകിച്ച് തൊഴിൽ രംഗത്തും മറ്റും ഒരു പൂർണ്ണത അനുഭവിക്കാൻ ഈ കൂറുകാർക്ക് ഇടവരും. മേടക്കൂറുകാരെ സംബന്ധിച്ച് തങ്ങളുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴത്തെ കൊണ്ട് ലഭിക്കുന്നത്. ഈ കൂറുകാർക്ക് എല്ലാവിധ മംഗളങ്ങളും അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.